നമ്മളോടൊപ്പം ടി സിദ്ദിഖ് MLA ഈ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ശ്രീ ടി സിദ്ദിഖ്, ഗുഡ് മോർണിംഗ്. സിദ്ദിഖ്, ഇപ്പോൾ ഈ സംഭവത്തിൽ എന്തൊക്കെ വിവരങ്ങളാണ് താങ്കൾക്ക് കിട്ടിയിട്ടുള്ളത്? ഒന്ന്, അതീവ ഗുരുതരവും ക്രൂരവും പൈശാചികമായ രീതിയിലാണ് ഈ സംഘം ആദിവാസിയായിട്ടുള്ള പ്രിയപ്പെട്ട മാതനോട് പെരുമാറിയത്. ഒരു മനുഷ്യനോട് ഇങ്ങനെ പെരുമാറാൻ പറ്റൂ? അവർ അവിടെ നമ്മുടെ ഒരു മാഷ കല്ലെടുത്തെറിഞ്ഞു, വളരെ ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കി. തർക്കം വന്നപ്പോൾ ഈ പാവപ്പെട്ട പയ്യനെ ഏതൊക്കെ രീതിയിലുള്ള ആക്രമണം നടത്തിയത്? അവനെ കാറിൻ്റെ ഡോറടച്ച് അവൻ്റെ വിരലതിനുള്ളിൽ കുടുങ്ങി. അത് വണ്ടി അങ്ങ് എടുത്ത് ഇവർ മുന്നോട്ട് പോവുകയാണ്. 1/2 കിലോമീറ്ററോളം ഇവനെ വലിച്ചഴച്ചു കാറ്. സ്വാഭാവികമായി എന്തായി? ഇവൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയൊന്നുമില്ല. ഇത്രയും ഗുരുതരമായ രീതിയിൽ, മനുഷ്യത്വരഹിതമായ രീതിയിൽ അക്രമം നടത്തിയതായിരിക്കുന്ന ക്രിമിനലുകളായിട്ടുള്ള ഇവർ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള സാഹചര്യത്തിലാണോ എന്നുള്ള പോലും സംശയമുണ്ട്. ഒരു പ്രതിയെ പോലും, വാഹനത്തെ പോലും ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ വിവരം. പോലീസിനോട് ഞാൻ സംസാരിച്ചിരുന്നു. വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. വയനാട്ടിൽ പാവപ്പെട്ട ആദിവാസി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ, അവരെ ചേർത്ത് നിർത്തലും അവരെ ഉത്തരവാദിത്തത്തോടു കൂടി അവരെ മുന്നോട്ട് കൊണ്ടുപോകലും സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ബാധ്യതയാണ്. അവിടെയാണ് ഒരു മധുവിൻ്റെ സംഭവം, നമ്മുടെ കരളലിയിപ്പിക്കുന്നതായിരിക്കുന്ന മധുവിൻ്റെ ഒരു നോട്ടമുണ്ട്. അവൻ്റെ സഞ്ചി പരിശോധിക്കുന്ന ജനമുണ്ട്. പരിശോധിച്ച സമയത്ത് ഒരു പിടി അരി കിട്ടുന്നത് നമ്മുടെ മുമ്പിലുള്ള വലിയ വേദനയായിരുന്നു. വിചാരണ ചെയ്ത് മധുവിനെ കൊലപ്പെടുത്തുകയാണ്. അതുപോലെ ഈ കഴിഞ്ഞ ദിവസമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മാനന്തവാടിയിൽ 3 ആദിവാസി കുടുംബത്തിൻ്റെ വീട് തകർത്ത് അവരെ പെരുവഴിയിലേക്ക് എറിഞ്ഞത്. ഞങ്ങളൊക്കെ ഓടിയെത്തി അവരെ ഫോറസ്റ്റ് ഡോർമെട്രിയിലേക്ക് മാറ്റാനുള്ള നടപടി എടുത്തു, ഭക്ഷണം കൊടുപ്പിച്ചു. അത് ഈ കുറച്ച് ദിവസം മുമ്പെയാണ് സമാനമായ മറ്റൊരു വിഷയം. എൻ്റെ നിയോജകമണ്ഡലത്തിൽ വിശ്വനാഥൻ എന്ന് പറയുന്നൊരു പാവപ്പെട്ട ആദിവാസി ചെറുപ്പക്കാരൻ, അവൻ കുറേ വർഷങ്ങൾക്ക് ശേഷം അവനൊരു കുട്ടിയുണ്ടാവുകയാണ്. ഭാര്യയെ ചികിത്സിക്കാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. മേപ്പാടിയിലെ ബാങ്കിലെ ബ്രാഞ്ചിൽ നിന്ന് 10,000 രൂപ വിഡ്രോ ചെയ്ത് അവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയി. നിങ്ങൾ ആലോചിക്കണം, രാത്രി പരസ്യ വിചാരണ ചെയ്യുകയാണ് ഈ ചെറുപ്പക്കാരനെ. ജനങ്ങൾ ചോദിക്കുകയാണ്, ആളുകൾ, ചില ആളുകൾ, എല്ലാവരും അല്ല, നിൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് പണം? ഞാൻ ചോദിക്കുന്നു, അന്വേഷണ റിപ്പോർട്ട് എന്തായി? മുഴുവൻ ആളുകളെയും വെറുതെ വിട്ടു. ഒരാൾക്കെതിരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആ ചെറുപ്പക്കാരൻ അവസാനം അരച്ചാൻ കയറിൻ്റെ മേലെ തൂങ്ങി മരിച്ചു. ഞാൻ ചോദിക്കുന്നു ആദിവാസികളോട് 2 കാര്യം: ഭരണപരമായ ഉത്തരവാദിത്തം, 2 പൊതുസമൂഹത്തിൽ ചിലരുടെ മനോഭാവം. ഇത് രണ്ടും ഹൃദയഭേദകമാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. കേരളത്തിലെ ഇതുവരെ താങ്കൾ പറഞ്ഞതുപോലെ അത്തരം അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിനും താങ്കൾ പറഞ്ഞതുപോലെ ഈ നീതി നിയമ സംവിധാനങ്ങളുടെ ഇടപെടലുകളിലുമൊക്കെ ഈ അലംഭാവം നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ ഇവിടെ ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികൾ വന്നതാണ്. അവർക്കിടയിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെട്ടതാണ് പയ്യമ്പള്ളിയിലെ മാതൻ എന്ന ഈ ചെറുപ്പക്കാരൻ. അയാൾക്കാണ് ഈ ദുർഗതി ഉണ്ടായത്. ഇപ്പോൾ ഈ ഒരു കാറിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്, KL 52H8733. അതിലാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത്. ഒരു കുറ്റിപ്പുറം സ്വദേശിയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നതെന്ന് അറിയുന്നു. പക്ഷേ മറ്റു വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പോലീസിൻ്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ താങ്കളുടെ കൈവശം കിട്ടിയിട്ടുണ്ടോ? ഇവർ മദ്യലഹരിയിലായിരുന്നു എന്ന സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. താങ്കൾക്ക് ആ വിവരമുണ്ടോ? എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരവും ഇവര് കൂടൽക്കടവ് ഭാഗത്ത് നിന്ന് വന്ന് ഇവർ വലിയ മോശമായിട്ടുള്ള സംസാരവും സമീപനവും പലരോടും നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാഷിനെ കല്ലെറിയാൻ നോക്കി. വേറൊരു ടീമുമായിട്ട് വലിയ വാക്കേറ്റം നടന്നു. ആ വാക്കേറ്റവും പ്രശ്നങ്ങളും നടക്കുമ്പോഴാണ് ആക്രോശിക്കുകയാണ് ഇവർ. മദ്യലഹരിയിലാണ്, ഡ്രഗ്സ് ഉണ്ടോ എന്നുള്ളത്, മറ്റുള്ളതായിരിക്കുന്ന ഡ്രഗ്സ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവർ വന്നവിടെ വലിയ ഭയാനകമായ സാഹചര്യം ഉണ്ടാക്കി. ആ സാഹചര്യത്തിലാണ് മാതൻ എന്ന് പറയുന്ന പാവപ്പെട്ട ആദിവാസി ചെറുപ്പക്കാരൻ ഇതിലിടപെട്ട് പ്രശ്നമുണ്ടാക്കാതെ
നിൽക്കാൻ, നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ ഇടപെട്ടതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവനോട് കാണിച്ച ഒരു വലിയ രീതിയിലുള്ള ധിക്കാരവും മനുഷ്യാവകാശ ലംഘനവും ക്രൂരവും പൈശാചികവുമായിട്ടുള്ള പെരുമാറ്റമുണ്ട്. ഈ ക്രിമിനലുകളെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ, നിയമത്തിൻ്റെ മുമ്പിൽ കൃത്യമായി കൊണ്ടുവരിക മാത്രമല്ല, അവരെ പാഠം പഠിപ്പിക്കണം. ഇത് ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളാണ്. അവരെ ഒരിക്കലും മറ്റൊരു തരത്തിൽ അവരെ ഡീഗ്രേഡ് ചെയ്ത് കാണേണ്ടവരല്ല. അവർ ഉന്നതരാണ്, കഴിവുള്ളവരാണ്. പക്ഷേ അവരെ ഏത് രീതിയിലും ട്രീറ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കുന്ന ഇവരുടെയൊക്കെ ധാരണ, ആരോടും എന്തും ചെയ്യാൻ എന്നുള്ളതായിരിക്കുന്ന ധാരണ, ആ ധാരണ തിരുത്താൻ ഇതൊരവസരമാക്കിയെടുക്കണം. പോലീസുമായി സംസാരിച്ചു. അവർ പറഞ്ഞ കർക്കശമായിട്ടുള്ള സമീപനം സ്വീകരിക്കും, വലവിരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാളെയും ഇന്നലെ നടന്ന സംഭവത്തിൽ ഇതുവരെ അത് ട്രാക്ക് ചെയ്ത് പ്രതികളെ പിടിക്കാൻ സാധിക്കാത്തത് വിഷമകരമായ സാഹചര്യമാണ്. അടിയന്തരമായി പിടിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി ഈ കാര്യത്തിൽ ഉണ്ടാവണം. ശ്രീ ടി സിദ്ദിഖ്, ഇതിപ്പോൾ ഇന്നലെ വൈകിട്ട് നടന്നതാണ്. ഏതാണ്ട് 5 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ ഏതാണ്ട് അതേ സമയത്ത് നടന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും മണിക്കൂറുകളാവുന്നു. ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ, ഈ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് അതിൽ എന്തെങ്കിലുമൊക്കെ ചില നീക്കുപോക്കുകൾ എന്ന മട്ടിൽ പറയാവുന്ന നടപടിയെങ്കിലും ഉണ്ടായിരിക്കുന്നത്. അതായത് ഇത്തരം കേസുകളിൽ ഇപ്പോൾ ആദിവാസികൾ ഇരകളാകുന്ന, അവർ വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്ന, അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഇത്തരം ആരോപണങ്ങൾ, പരാതികൾ ഒക്കെ വരുമ്പോൾ പോലീസിന് ഒരു സാമട്ടാണ്, നമുക്ക് നോക്കാമെന്നുള്ള സമീപനമാണ്. അതിന് തുടർച്ചയായി ഇങ്ങനെ സമ്മർദ്ദങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ പോലീസ് ഇടപെടൂ എന്നതാണ്. ഇനിയിപ്പോൾ പോലീസ് ഇടപെട്ട കേസാണല്ലോ മധുവിൻ്റേത്. പരസ്യമായി കെട്ടിയിട്ട് വിചാരണ നടത്തി തല്ലിക്കൊന്നിട്ട് എന്തായി? ആ കേസിൻ്റെ വിചാരണ ഘട്ടത്തിലാകെ അട്ടിമറിയുടെ പരമ്പരകൾ നമ്മൾ കണ്ടതാണ്. ആ അമ്മയ്ക്കും സഹോദരിക്കും കോടതികളുടെ മുഴുവൻ വരാന്തകളിലൂടെ ദീർഘദിവസങ്ങൾ നടക്കേണ്ടി വന്നതാണ്. അവർക്ക് നീതിയുടെ ഒരു കണിക, ഒരു വെളിച്ചമെങ്കിലും കാണാൻ. അപ്പോൾ നമ്മളൊക്കെ പരിഷ്കൃത സമൂഹമെന്ന് നമ്മളെ വിശേഷിപ്പിക്കുന്നു. നമ്മളൊക്കെ അതിനുവേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ കൺമുന്നിൽ നടക്കുന്നത് ഇതാണ്. ഇപ്പോൾ താങ്കൾ വയനാട്ടിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധി കൂടിയാണ്. താങ്കൾക്ക് ആ മേഖലയിലെ പ്രശ്നങ്ങൾ കുറെ കൂടി നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത്തരക്കാർക്ക് പോലീസിൽ നിന്നും മറ്റ് സംവിധാനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സഹായം കൂടിയല്ല ഇത്തരം കുറ്റകൃത്യങ്ങൾ, ഇത്തരം കൊടും ക്രൂരതകൾ ആവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും അവർക്ക് സഹായം നൽകുകയും ചെയ്യുന്നത്. വലിയ സാമൂഹ്യ പരിഷ്കരണത്തിന് ശ്രീനാരായണ ഗുരുദേവനെ പോലെ, അയ്യങ്കാളിയെ പോലെ, മന്നത്ത് പത്മനാഭനെ പോലെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ സഹോദരൻ അയ്യപ്പനെ പോലെ ഒരു ഉഴുതുമറിക്കപ്പെട്ടതായിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകളോട് നമ്മൾ കാണിക്കുന്ന സമീപനം, മനുഷ്യർ കാണിക്കുന്ന സമീപനം ഹൃദയഭേദകമായിട്ടുള്ള കാര്യമാണ്. ഇത് ഒരു ആധുനിക സമൂഹത്തിൽ, പരിഷ്കൃത സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് നമ്മൾ ആലോചിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, പ്രിമിറ്റീവ് ട്രൈബ്സ് ഉണ്ട്, കാട്ടുനായ്ക്ക ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന പല വിഭാഗത്തിൽപ്പെട്ടതായിരിക്കുന്ന ജീവിതം, ആധുനിക ജീവിതത്തിൻ്റെ ശൈലിയിലേക്ക് കടന്നു വരാത്തതായിരിക്കുന്ന ആദിവാസി കമ്മ്യൂണിറ്റി ഉണ്ട്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയരാകുന്ന കമ്മ്യൂണിറ്റി ഇവരാണ്. ഇവരെ അരികുവൽക്കരിക്കുന്നതിന് പകരം ഇവരെ ചേർത്ത് നിർത്തുകയും ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കാൻ, ഇവരോട് അതിക്രമം കാണിച്ചാൽ, ഇവരോട് മനുഷ്യാവകാശ ലംഘനം കാണിച്ചാൽ, ഇവരോട് ക്രൂരമായി പെരുമാറിയാൽ ഉദ്യോഗസ്ഥന്മാർക്ക് അനുഭവിക്കാനുള്ളത് ഇതാണ്, ക്രിമിനലുകൾക്ക് അനുഭവിക്കാനുള്ളത് ഇതാണ് എന്ന് പറഞ്ഞ് 1, 2, 3 എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിൽ കാണിച്ചു കൊടുക്കാൻ പ്രത്യേകമായ നടപടി സ്വീകരിക്കേണ്ട ഒരു വിഭാഗമാണ് ആദിവാസി സമൂഹം എന്നുള്ളത്. ഞാൻ വളരെ സങ്കടകരമായി പറയുന്നു, ഏറ്റവും ക്രൂരമായ ആക്രമണം നടക്കുന്നത് ഈ വിഭാഗത്തിനെതിരെയാണ്. അതിൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അതിൽ പ്രതികൾ രക്ഷപ്പെടുന്ന, പഴുതുകളിലൂടെ രക്ഷപ്പെടുന്ന അതീവ വിഷമകരമായ സാഹചര്യമാണ് നമ്മൾ മധുവിൻ്റെ കേസിൽ കണ്ടത്. വിശ്വനാഥൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വിശ്വനാഥൻ മരിച്ചതിനെ തുടർന്ന് എൻക്വയറി, ആ എൻക്വയറി നടത്താൻ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ എൻക്വയറി നടന്നു. ഒരു പ്രതിയെ പോലും പിടിച്ചിട്ടില്ല. ഒരു പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജിൽ പരസ്യമായി വിചാരണ ചെയ്യപ്പെട്ടതായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മന്ത്രി ഉൾപ്പെടെ വന്നിരുന്നു. ഒരാളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ മാതൻ, ഇന്നലെ വിശ്വനാഥൻ, അതിനു മുമ്പ് മധു, അതുപോലെ നിരവധി ആളുകൾ. ഈ മാതൻ്റെ വിഷയം ഇന്നലെ വൈകുന്നേരം ഉണ്ടായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇത് സമൂഹത്തിലെ മറ്റുള്ളതായിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലീസ് എന്ത് ചെയ്യും?
അവിടെ അന്വേഷിക്കാൻ ആളുണ്ടാവും. അതാണ് ചോദ്യം ചെയ്യാൻ സിദ്ദിഖ്, ആളുണ്ടാവും. അതാണ് താങ്കൾ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഇവിടെ ഈ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ ആദിവാസികൾക്കെതിരായ അതിക്രമങ്ങളിൽ പോലീസ് ഒന്ന് അനങ്ങുകയെങ്കിലും ചെയ്യൂ എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മാതന്റെ കേസിൽ കണ്ടത്. ഇപ്പോൾ പാർലമെന്റ് തുടങ്ങുന്നുണ്ട്. അതിന് മുമ്പാണ് ശ്രീ കെ രാധാകൃഷ്ണന്റെ പ്രതികരണം ഉണ്ടായത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുക്കണം, കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവണം എന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരം അതിക്രമങ്ങൾ സംബന്ധിച്ച വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ പ്രതികരിക്കുന്നവരുടെ ആത്മാർത്ഥത കൂടി ചോദ്യം ചെയ്യുന്നതാണ് തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്, അതിന്മേൽ നടപടിയില്ലാത്തത്, കുറ്റക്കാർ രക്ഷപ്പെടുന്നത്, പ്രതികൾ സ്വൈര്യവിഹാരം നടത്തുന്നത്, ഈ പറയുന്ന അപലപിച്ച് എത്തുന്നവരുടെ കൂടി ആത്മാർത്ഥതയെ കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. ജനപ്രതിനിധികൾക്കും അത് ബാധകമാണ്. അപ്പോൾ എന്തായാലും ഇതിൽ നടപടികൾ ഉണ്ടാകും, ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും.